തൃശൂർ പഴയന്നൂരിൽ ജ്വല്ലറിയിൽ അതിക്രമിച്ചു കയറി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ദീപ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം സ്ഥാപനം അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി കടയിലേക്ക് ഓടിക്കയറിയ മോഷ്ടാവ് ആഭരണങ്ങൾ കവർന്ന് ഇരുചക്രവാഹനത്തിൽ കടന്നുകളഞ്ഞത്. വിവരങ്ങളുമായി ജെയ്സൺ ചമവളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ, ഈ സംഭവം എപ്പോഴായിരുന്നു നടന്നത്? പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? നമ്മൾ ഈ സ്വർണ്ണമോഷണത്തിന്റെ പല രൂപങ്ങൾ കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുമര് പൊളിച്ചും അതുപോലെ തന്നെ മറ്റു രീതിയിൽ കവർച്ച. ഇതൊരു കട പൂട്ടാൻ പോകുന്നതിനിടെ രാത്രിയോടുകൂടി ഒരാൾ ഓടി കടയിലേക്ക് കയറുന്നു. പിന്നീട് ഓരോ പവൻ വീതമുള്ള രണ്ട് സ്വർണ്ണാഭരണങ്ങൾ ഇയാളെടുത്ത് തിരിഞ്ഞ് വീണ്ടും ഒരു ഓടി വാഹനത്തിൽ ഒരു സ്കൂട്ടറിൽ കയറി പോകുന്നു. ഇത്തരത്തിൽ ഓടിപ്പോകുന്ന ആളുകളെ പിടികൂടാൻ ഈ ജീവനക്കാർ, അതായത് പഴയന്നൂരിലെ ഈ ദീപ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലെ ജീവനക്കാർ ശ്രമിച്ചു. പിന്നാലെ കുറേ ഓടി, പക്ഷേ പിടികൂടാനായില്ല. ഇപ്പോൾ CCTV ഈ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ ഷോപ്പിനകത്ത് CCTV ദൃശ്യങ്ങളുണ്ട്. ഹെൽമെറ്റ് ധരിച്ചാണ് ഇയാൾ വന്നത്. അതുകൊണ്ട് തന്നെ വാഹനം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. വാഹനം പോയ ദിശയുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. 2 പവനാണ് കവർന്നതെങ്കിൽ പോലും ആ കവർച്ചയുടെ പ്രത്യേകത കൊണ്ടാണ് ഇത് വാർത്തയായി മാറുന്നത്. സമാനമായ രീതിയിൽ ഒറ്റപ്പാലത്തും ഇത്തരത്തിലൊരു കവർച്ച നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, ഇത്തരത്തിൽ മോഷണം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ മോഷ്ടാവിനെ പിടികൂടുക എന്നുള്ളത് ചെറിയ ശ്രമകരമായ ഒരു സംഗതിയായിരിക്കും. എങ്കിൽ പോലും പോലീസ് ഇപ്പോൾ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, തൃശൂർ പഴയന്നൂരിലാണ് ഈ ഒരു ജ്വല്ലറിയിൽ മോഷണം നടന്നിരിക്കുന്നത്. അതിക്രമിച്ചു കയറി സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. ജെയ്സൺ ചമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.